Hello everyone, welcome to G-Pod. എല്ലാവർക്കും മക്കളെ G-Pod 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. യെസ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലേ ടു ബോത്ത് എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്നുള്ള ഈ ഒരു പാഠത്തുനിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് 6 മാർക്കിൻ്റെ എസ്സേ ചോദിക്കാൻ വളരെ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ അല്ല, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സെറ്റാക്കുക, റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ ഏതാടാ? Which are the major mineral zones in Peninsula Plateau? Explain features of any two. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു മേഖലകൾ ഏതെല്ലാം, ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കാനാണ്. ഇതാണ് 6 മാർക്കിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ. ഇനി നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. 6 മാർക്കിൻ്റെ എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു 2, 3, 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നുള്ള ഉറപ്പാട്ടോ. അപ്പോൾ ഈ പെനിൻസുല പ്ലേറ്റു ഉപദ്വീപീയ പീഠഭൂമിയിലെ അതിന് മിനറൽ സോൺസ് അഥവാ ധാതു മേഖലകൾ പറയുന്നതിന് മുന്നേ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ പെനിൻസുലാർ ഇന്ത്യ? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഇന്ത്യയിലെ മേജർ മിനറൽ സോൺസ് അഥവാ ധാതു മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ്യൂ റീജിയൻ അഥവാ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. രണ്ടാമത്തെ എന്താ? സെൻട്രൽ റീജിയൻ അഥവാ മധ്യമേഖല. മൂന്നാമത്തെ എന്താണ്? സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖല. നാലാമത്തെ എന്താണ്? സൗത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ തെക്ക് പടിഞ്ഞാറൻ മേഖല. അഞ്ചാമത്തെ എന്താണ്? നോർത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ വടക്ക് പടിഞ്ഞാറൻ മേഖല. അപ്പോൾ ശ്രദ്ധിക്കണേ, നോർത്ത് ഈസ്റ്റേൺ സോൺ അഥവാ വടക്ക് കിഴക്ക് മേഖല എന്ന് പറഞ്ഞാൽ എന്താ? ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഈ ഭാഗം, ഇതാണ് എന്ത്? നോർത്ത് ഈസ്റ്റേൺ സോൺ അഥവാ വടക്ക് കിഴക്കൻ മേഖല. അപ്പോൾ ഇതിന് പ്രത്യേകത ചോദിക്കുമ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റാണ് ആദ്യം പറയും. ഏതൊക്കെ സ്റ്റേറ്റാണ് ഇത്? ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. ഈ നോർത്ത് ഈസ്റ്റേൺ സോൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ്യൂ റീജിയൻ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ സംസ്ഥാനമാണ്? വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഒഡീഷ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഇനി നിങ്ങൾ അടുത്ത പോയിന്റ് എഴുതേണ്ടത് എന്താ? ഇവിടെ ഏതൊക്കെ മിനറൽസ് അഥവാ ധാതുക്കളാണ് കാണാനുള്ളത്? ഏതൊക്കെ ധാതുക്കളാ? കോള്, കൽക്കരി ഉണ്ട്, അയണോർ, ഇരുമ്പയിരുണ്ട്, മാംഗനീസ് ഇല്ലേ ഉണ്ട്, മൈക്കയുണ്ട്, ബോക്സൈറ്റ്, കോപ്പർ, ഇങ്ങനെയുള്ള ധാതുക്കളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്? വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ആൻഡ് ജാർഖണ്ഡ്. ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഒഡീഷ. ഇവിടെ കാണുന്നതാണ് ഇത് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ്യൂ റീജിയൻ അഥവാ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. രണ്ടാമത് ഏതാണ്? സെൻട്രൽ റീജിയൻ അഥവാ മധ്യമേഖലയാണ്. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉള്ളത്? മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. ഏതൊക്കെ സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഈ 4 സംസ്ഥാനങ്ങളുമായിട്ട് പരന്ന് കിടക്കുന്നതാണ് ഇത് സെൻട്രൽ റീജിയൻ അഥവാ മധ്യമേഖല. ഇനി ഇവിടെ കാണുന്ന മിനറൽസ് അഥവാ ധാതുക്കൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ, മാർബിൾ, കോൾ, മൈക്ക. മാംഗനീസ് ഉണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, മാർബിള്, കൽക്കരി, അബ്രം. അപ്പം നിങ്ങൾ ഈ ഓരോന്നിനും പഠിച്ചു വെക്കേണ്ട എന്താ? ഓരോ മിനറൽ സോൺ, ഓരോ ധാതു മേഖലയുമുള്ള സംസ്ഥാനവും അവിടെ കാണുന്ന മേജർ മിനറൽസ് അഥവാ പ്രധാന ധാതുക്കളുമാട്ടോ. അടുത്ത ഏതാടാ? സദേൺ റീജിയൻ എന്ന് പറഞ്ഞ ഏതാണ്? കർണാടകയും നമ്മുടെ കർണാടകയും ഇങ്ങനൊരു ഭാഗം, കർണാടകയും അതേപോലെ തമിഴ്നാടിൻ്റെ ഭാഗം. ശ്രദ്ധിക്കണം, ഏതൊക്കെയാടാ? കർണാടകയും അതേപോലെ തമിഴ്നാടിൻ്റെ ഭാഗം കൂടി ചേർന്നാണ് എന്ത്? സദേൺ റീജിയൻ എന്ന് പറഞ്ഞാൽ. അവിടെ കാണുന്ന ഏതൊക്കെയാടാ? അയണോർ, ബോക്സൈറ്റ് ആൻഡ് ലിഗ്നൈറ്റ് അല്ലേ. ഇവിടെ കാണുന്ന ഏതൊക്കെയാണ്? ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് പോലെയുള്ള ധാതുക്കളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ? അടുത്തത് ഏതാടാ? സൗത്ത് വെസ്റ്റേൺ റീജിയൻ ആണല്ലേ. ഇത് ഏതൊക്കെയാടാ? കർണാടകയുടെയും ഗോവയുടെയും കുറച്ച് ഭാഗങ്ങളാണ്. അത് കുറച്ച് കർണാടകയുടെ ഭാഗം ആരെ കൂടെ കൂടി? സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖലയുടെ കൂടെ കൂടിയപ്പം കർണാടകയും ഗോവയും കൂടി ചേർന്നാണ് എന്ത്? സൗത്ത് വെസ്റ്റേൺ റീജിയൻ. ഇവിടെ കാണുന്നത് എന്താ? അയണോറും ക്ലേയുമാട്ട, കളിമണ്ണും അതേപോലെ ഇരുമ്പയിരുമാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഏതാടാ? നോർത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ വടക്ക് പടിഞ്ഞാറ് മേഖലയാണ്. ഏതൊക്കെയാടാ? രാജസ്ഥാനും ഗുജറാത്തും. ശ്രദ്ധിക്കണേ, രാജസ്ഥാനും ഗുജറാത്തും കൂടി ചേർന്നാണ് എന്ത്? നോർത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ വടക്ക് പടിഞ്ഞാറ് മേഖല. ഇവിടെ കാണുന്നത് എന്തൊക്കെയാടാ? കോപ്പർ, ലെഡ്, സിങ്ക്, യുറേനിയം ആൻഡ് മൈക്ക. ചെമ്പുണ്ട്, ഈയമുണ്ട്, സിങ്ക് ഉണ്ട്, യുറേനിയം ഉണ്ട്, മൈക്ക ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ 5 മിനറൽ സോൺസ് അഥവാ 5 ധാതു മേഖലകളാണല്ലേ ഉള്ളത്. ഏതൊക്കെയാണ് ഇന്ത്യയിലെ 5 മിനറൽ സോൺസ്? ഒന്നാമത്തെ ഏതാ? നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ്യൂ റീജിയൻ. രണ്ടാമത്തെ ഏതാ? സെൻട്രൽ റീജിയൻ. ശ്രദ്ധിക്കുന്നത്, രണ്ടാമത്തെ ഏതാടാ? സെൻട്രൽ റീജിയൻ ആണല്ലേ, മധ്യമേഖലയാണ്. മൂന്നാമത്തെ ഏതാടാ? സദേൺ റീജിയൻ ആണല്ലേ. മൂന്നാമത്തെ ഏതാണ്? സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖലയാണ്. നാലാമത്തെ ഏതാ? സൗത്ത് വെസ്റ്റേൺ റീജിയൻ. നാലാമത്തെ ഏതാടാ? സൗത്ത് വെസ്റ്റേൺ റീജിയൻ ആണ്. അഞ്ചാമത്തേത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ എന്താണ്? നോർത്ത്
നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു റീജിയൻ അല്ലെ, വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. രണ്ടാമത്തെ എന്താ സെൻട്രൽ റീജിയൻ അഥവാ മധ്യമേഖല. മൂന്നാമത്തെ എന്താ സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖല. നാലാമത്തെ എന്താ സൗത്ത് വെസ്റ്റേൺ റീജിയൻ തെക്ക് പടിഞ്ഞാറൻ മേഖല. അഞ്ചാമത്തെ എന്താ നോർത്ത് വെസ്റ്റേൺ റീജിയൻ വടക്ക് പടിഞ്ഞാറൻ മേഖല. അങ്ങനെ 5 എണ്ണമുണ്ട്. ഈ ഓരോന്നും ഏതൊക്കെ സ്റ്റേറ്റിലാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട ധാതുക്കൾ അഥവാ മിനറൽസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പഠിച്ചു വെച്ചാൽ മതി. അതാണ് ഇവിടെ ചിലപ്പോൾ എസ് എ ചോദിക്കാൻ ചാൻസ് കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ ഒരു ഭാഗം എന്തായാലും പഠിച്ചു പോകണം. എസ് എ ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായും ചോദിക്കുന്നുള്ളൊരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇനിതാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽ സോൺസ് ഇൻ പെനിൻസുലാർ റീജിയൻ? ഉപദ്വീപീയ പീഠഭൂമിയിലെ വിവിധ ധാതു മേഖലകൾ ഏതെല്ലാം? ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, സെറ്റാക്കുക, റെഡിയാക്കുക, ഓക്കെ ആക്കുക. ബാക്കി നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupod. അപ്പോൾ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെ ഏതൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് മെസ്സേജ് അയച്ചോളൂ, നമുക്കത് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക, എല്ലാം സെറ്റാക്കി തരാൻ നമ്മൾ കൂടെയുണ്ട്. ഒരു പേടിയും പേടിക്കുക, നിങ്ങളോട് പഠിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.